ഇതേപോലുള്ള പഴയ കവറുകൾ ഓരോ കടയിൽ പോകുമ്പോഴും നമുക്ക് ഓരോ കിറ്റാണല്ലേ കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പല രീതിയിൽ നമ്മളെ വീട്ടിൽ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പല ബുദ്ധിമുട്ടായിട്ടുള്ള ജോലികളും വളരെ എളുപ്പമാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ ഉപയോഗപ്രദമാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ മാവിനൊക്കെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പത്തിനാണെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ചധികം പൊടിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഒരു ദിവസം രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അതിന് നേരിയ പുളി വന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ പുളിയുള്ള ദോശയും അപ്പോൾ ഒന്നും നമുക്ക് ടേസ്റ്റ് അത്ര പോരാ. അതുമല്ല, അത് കഴിച്ചതിനെ നമുക്ക് നെഞ്ചരിച്ചിൽ, പുളിച്ചു കെട്ടൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ദോശമാവ്, അപ്പത്തിൻ്റെ മാവ് ആകട്ടെ, ഏതൊരു മാവാണെങ്കിലും നേരിയ പുളി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചുട്ടു നോക്കുക കേട്ടോ. ആ ഒരു പുളി രസം മാറുക മാത്രമല്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണെങ്കിലും ദോശയാണെങ്കിലും കിട്ടുന്നതാണ്. നല്ല ക്രിസ്പി, നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാനും സാധിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അതിനോടൊപ്പം തന്നെ ആ പുളിയുടെ ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടാനും സഹായിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇപ്പോൾ ഏതൊരു മാവാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല നൈസായിട്ടുള്ള നല്ല ദോശ, നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട്. മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന നമ്മളുടെ കിറ്റുകൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം കേട്ടോ. ഈ ഒരു കിറ്റുകൾ നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം, നല്ല അടുക്കി പറക്കി വെക്കാനായിട്ട് ഒരു കുപ്പി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സൈസിനനുസരിച്ച് ഇതുപോലെ ഒന്ന് അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര കവറുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വലിച്ചു വാരിയ പോലെ കിടക്കാതെ നമ്മളുടെ ആവശ്യത്തിന് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സൂത്രം തന്നെയാണ് കേട്ടോ. അത് 100 കിറ്റാകട്ടെ, 50 കിറ്റാകട്ടെ, എത്ര കിറ്റാണെങ്കിലും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു വലിയ കിറ്റ് എടുക്കാം. അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇത് ഇറക്കി കൊടുത്ത് ആ ഒരു കുപ്പി മാറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് നമ്മളുടെ കിറ്റുകൾ വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ആയിട്ട് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലൊരു പാത്രവും നമ്മളുടെ ഹെയർ ബാൻഡ് ലൂസായിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഹെയർ ബാൻഡ് ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രം വെറുതെ കളയുന്നതിനേക്കാളും പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പല നമുക്കിപ്പം അലമാര ഒതുക്കി വെക്കാനാണെങ്കിലും ഫ്രിഡ്ജ് ഒതുക്കി വെക്കാനാണെങ്കിലും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അടുക്കളയിൽ തന്നെ പല സാധനങ്ങളും ഇങ്ങനെ ചിതറി പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെറു പ്രാണികൾ വരുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെക്കാനായിട്ട് സാധിക്കും. ഈ കവർ എടുക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ള കവർ എടുക്കാം, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള കവർ എടുക്കാതെ. എന്നിട്ട് ഏതൊരു ബാൻഡ് ആണെങ്കിലും ഒറ്റ ഇടൽ മാത്രം കേട്ടോ. ഇതുപോലെ ടൈറ്റ് ചെയ്തൊന്നും ഇടരുത്. ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു ഭാഗങ്ങളെല്ലാം ബാക്കിൽ നല്ലതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ ബാൻഡ് കൊണ്ട് കെട്ടുകയോ, അല്ലെങ്കിൽ നല്ല വലുതാണെങ്കിൽ നല്ലതുപോലെ വലിച്ചു മുറുക്കി കെട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്കിത്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഓൺ ഐഡിയ ഉണ്ടാവില്ലേ. ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ നല്ല ഭംഗിക്ക്, ഇപ്പം നമ്മൾ അടുക്കളയിൽ മെസ്സായിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഉള്ളിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അത് എടുക്കാനും വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനും സാധിക്കും, ഇടാനും സാധിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു കണ്ടെയ്നർ കളയാൻ വെച്ചേക്കുന്നത്, അതിലും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ഏതൊരു സാധനവും നല്ലൊരു ഭംഗിക്കും, അതുപോലെ തന്നെ ഇപ്പം ഫ്രിഡ്ജിലാണെങ്കിലും നമുക്ക് പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം നമുക്ക് ഇടാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും, നാരങ്ങ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഉള്ളിക്കൊട്ടൻ്റെ ഓരോ സെക്ഷനാക്കിയിട്ട് ഇതിൽ പല സെക്ഷനാക്കിയിട്ട് നമുക്ക് ഇഞ്ചി, ഉള്ളി ഇവയെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മളൊരു നോട്ട്ബുക്ക്, നേരിയതായിട്ടുള്ള നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ നല്ല നീട്ടമുള്ള ഏതൊരു സാധനം എടുക്കാം. എന്നിട്ട്
നമ്മുടെ ഈ ഒരു കവർ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ നൈസായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ കബേർഡിൻ്റെ സൈഡായിട്ട് ഫ്രിഡ്ജിൻ്റെ അടിഭാഗം ഇവയെല്ലാം നമ്മൾ എന്തൊക്കെ ചെയ്താലും ചൂലിട്ടാലും ഒന്നും ഇട്ടാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. അത് ഞാൻ പറഞ്ഞത് നേരിയതായിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞതാകുമ്പോൾ അത്രയും നമുക്ക് യൂസ്ഫുള്ളാവും. വളരെ ടെക്സ്റ്റൊക്കെ ചില ടെക്സ്റ്റുകളൊക്കെ ഒട്ടും കട്ടിയില്ലാത്ത ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ, ഇതിപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ പൊടി അധികം ഇല്ലാത്തത്. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ സൈഡ്, കബേർഡിൻ്റെ സൈഡ്, അലമാരിൻ്റെ അടി, സോഫൻ്റെ വിടവ് അങ്ങനെയുള്ള ഭാഗങ്ങളിലുള്ള അഴുക്കും പൊടികളൊക്കെ കളയാനായിട്ട് ഈ ഒരു സൂത്രം വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. നമുക്ക് തുടക്കാനും ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ തുടക്കുമ്പം ആ ഒരു ഭാഗത്ത് ഒരു ടർക്കി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, നേരിയ തുണിയായിരിക്കണം, എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം തുടച്ചെടുക്കാനും സഹായിക്കും. അടുത്തായിട്ട് ഇതുപോലെ കണ്ടെയ്നർ നമുക്ക് വളരെ അധികം ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിൽ എന്തൊരു സാധനം മേടിച്ചാലും കിട്ടുന്ന ഒരു കണ്ടെയ്നറാണ് ഇത്. വെറുതെ നമ്മൾ കളയലാണല്ലേ വേസ്റ്റിലിട്ട്. ഇനി അങ്ങനെയൊന്നും കളയണ്ട കേട്ടോ, ഇത് വളരെ ഉപകാരപ്രദമായി നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ അതിൻ്റെ മൂടിയുടെ ഭാഗം ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക. ആ ഒരു എന്താ പറയുക, ആ ഒരു തുമ്പ് മാത്രം, തുമ്പിൻ്റെ അറ്റം വരെ വെട്ടരുത്, തുമ്പ് ഭാഗം മാത്രം വെട്ടിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ പാത്രത്തിൻ്റെ ഈ ഒരു ഭാഗവും നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുക കേട്ടോ. കത്തി ചൂടാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇത്രയും കൂടെ നല്ലത്. ആ ഒരു മൂടി കട്ട് ചെയ്തപ്പോൾ നല്ല എഫേർട്ട് ഇടേണ്ട വന്നു, പക്ഷെ അപ്പം ഞാൻ ഇത് കത്തി ഇതുപോലെ ചൂടാക്കിയിട്ട് ചെയ്തപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ കത്തി ഒന്ന് നേരിയതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കളയുന്ന ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു കവർ എടുക്കുക, എന്നിട്ട് അതിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ മൂടി ഇടുമ്പോൾ എങ്ങനെയാണോ ലോക്ക് ചെയ്തിടുന്നത് ആ ഒരു അതുപോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്തിടാം കേട്ടോ. ചുറ്റിനും നമ്മൾ ലോക്ക് ചെയ്തിടുക. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഇപ്പം രാവിലെ ഹറിബറി ജോലികളിൽ പച്ചക്കറിയും ഉള്ളിയും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ വേസ്റ്റിൻ്റെ കളിയായിരിക്കും അല്ലേ. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ 2 പിന്നെടുക്കുക. പിന്നെ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ ഫയൽ ഇതാക്കുന്ന ആ ഒരു പിന്നില്ലേ, അതാണെങ്കിൽ ഇത്തിരിയും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഈ ഒരു പിന്നെന്ന് പറഞ്ഞാൽ ഇത്തിരി പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ആ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പിന്ന് വെച്ചപ്പോൾ. ഈ പിന്ന് ഇരിക്കും, നല്ലപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മറ്റേതാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും ഫയലിൻ്റെ ആ ഒരു പിന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ഉലിക്കുകയാണെങ്കിലും പച്ചക്കറി അരിയുകയാണെങ്കിലും ഇപ്പോൾ കിറ്റ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് ഇരിക്കില്ല. ഈ ഒരു മൂടിയുടെ ആ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല തുറന്ന വായോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ജോലി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ഒരു കിറ്റ് ആ മൂടിയുടെ ഭാഗം എടുത്ത് മാറ്റിയിട്ട് ആ കിറ്റിലെ വേസ്റ്റ് കൊണ്ടേ കളഞ്ഞാൽ മാത്രം മതി. പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മൂടിയുടെ ഭാഗം നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലുള്ള കവറിൻ്റെ ഈ ഒരു ഭാഗം വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കൈയുടെ ഭാഗം നമ്മൾ വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 5 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം 3 എണ്ണമൊക്കെ മതി കേട്ടോ, അധികം വേണ്ട. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണമോ അത്രത്തോളം നിങ്ങൾ കിറ്റ് എടുക്കുക കേട്ടോ. ഇത് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഇത് ചെയ്താലല്ലേ നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈക്വലായിട്ട് വെച്ചിട്ട്. എന്നിട്ട് ഇതെല്ലാം നമ്മളൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക, എല്ലാം നല്ല പോലെ തന്നെ നിവർത്തി കൊടുക്കുക. ഒന്നിനൊന്നിനോട് ഒട്ടിയിരിക്കാതെ ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ശരിക്കും നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ വളച്ച് ഇതാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ തേപ്പൊട്ടി കൊണ്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്ക്രബ്ബർ. നമ്മൾ പാത്രം കഴുകുമ്പോൾ ഏറ്റവും വലിയ പാടാണ് സ്പോഞ്ചൊക്കെ പെട്ടെന്ന് 1 ആഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ ഈ ഒരു സ്പോഞ്ചൊക്കെ ചീത്തായി പോകാറുണ്ട്. പക്ഷേ ഈ ഒരു കവർ കൊണ്ടുള്ള ഇതില്ലേ 2 ആഴ്ചയോളം നല്ല പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്കത് കളഞ്ഞിട്ട് വേറെ ഉപയോഗിക്കുകയും ചെയ്യാം. കണ്ടില്ലേ, നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീനായി കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഈ ഇതുപോലുള്ള ഗ്ലാസിൻ്റെയൊക്കെ നമ്മളുടെ ഇത് ഗ്യാസ് അടുപ്പൊക്കെ നമ്മൾ സ്ക്രബ്ബറൊക്കെ കൊണ്ട്
ചെയ്യുമ്പം ഒരയാനും ഇതാകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് നല്ല പോലെ തന്നെ മെഴുക്കും അഴുക്കും എല്ലാം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ക്ലീൻ ആക്കാനും അതുപോലെ അത് നമുക്ക് കഴുകി നല്ല പോലെ തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടാനും സഹായിക്കും. നമ്മളുടെ കൗണ്ടർ ടോപ്പൊക്കെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു 4 കവർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ചുളിവൊക്കെ മാറ്റിയെടുക്കുക. എന്നിട്ട് കൈഭാഗം ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ A4 സൈസ് പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ അല്ലാണ്ട് നമ്മൾ ന്യൂസ് പേപ്പറൊന്നും വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് അതിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഇതുപോലുള്ള പേപ്പർ വെച്ച് ഇതുപോലെ തേപ്പൊട്ടി വെച്ച് 2 ഭാഗവും നല്ലതുപോലെ ചൂടാക്കുക കേട്ടോ. നല്ല ഹൈയിലിട്ടിട്ട് 2 ഭാഗവും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല പോലെ തന്നെ നിവർത്തിയിട്ട് കവറിന് ഒരു ചുളിവോ ഒന്നുമില്ലാതെ തന്നെ നിങ്ങളിത് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. നേരിയ ചൂടിലൊന്നും ഇട്ടാൽ ഇത് ആയി കിട്ടില്ല. നല്ല ചൂടോടുകൂടി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റ് നമ്മൾ ചൂടാറാനായിട്ട് വെക്കുക. നല്ല ചൂടുണ്ട്. ഇപ്പം നല്ല പോലെ ചൂടാറി കഴിയുമ്പോൾ നല്ല എന്താണ് പറയുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഷീറ്റ് കൊണ്ട് നമ്മൾ തേങ്ങ ചിരണ്ട ഈ പാത്രങ്ങൾ വെച്ചാന്ന് വെച്ചാൽ നീങ്ങിപ്പോകും. ചുറ്റിനും തേങ്ങ വീഴും, പുറത്തേക്ക് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ചിരണ്ടുകയാണെങ്കിൽ ഒരു തരി പോലും പുറത്തും പോകൂല. പാത്രത്തിലാകുമ്പോൾ ചുറ്റിനും ഈ തേങ്ങ വീഴുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചിരവി എടുക്കാം. എത്ര തേങ്ങ വേണമെങ്കിലും നമുക്ക് ചിരവി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു സൂത്രം ചെയ്ത് നോക്കാം. നമുക്ക് റീയൂസ് ചെയ്യാനും സാധിക്കും കേട്ടോ. ഈ ഒരു ഷീറ്റ് നമ്മൾ കഴുകി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ, കഴുകി തുടച്ച് നമുക്ക് സൂക്ഷിച്ചെടുത്ത് പിന്നെയും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.